നാടിന്റെ നൊമ്പരമായ ചോറ്റാനിക്കര കൊലപാതക കേസിലെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടന്നിട്ടുണ്ട്. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തുമെന്നും ചോറ്റാനിക്കര SHO പറയുന്നു. ആദ്യം SHOയുടെ പ്രതികരണം. സ്ട്രാങ്കുലേഷൻ ആണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള ലാബ് റിസൾട്ടും കൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങളും കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി കൂടുതലായിട്ടും കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് ലാബ് റിസൾട്ടും കൂടി കൂട്ടിയിട്ട് ബാക്കി അന്വേഷണം മുന്നോട്ട് പോകും. ദേഹമാസകലം പല രീതിയിലുണ്ട്. മർദ്ദനേറ്റുണ്ട് അറിയില്ല. ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. അതിക്രൂരമായ മർദ്ദനമായിരുന്നു. പെൺകുട്ടി ജീവന് വേണ്ടി പിടയുന്നത് കണ്ടിട്ടും അത് ശ്രദ്ധിക്കാതെ ഗൗനിക്കാതെ സ്വന്തം ജീവിതം രക്ഷിക്കാൻ, സ്വന്തം ഇമേജ് രക്ഷിക്കാൻ ഓടിപ്പോയ പ്രതി കാരണം 15 മണിക്കൂറോളമാണ് ആ പെൺകുട്ടി ചികിത്സ പോലും കിട്ടാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞപ്പോൾ. വിഷ്ണു സുരേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. വിഷ്ണു, നിലവിൽ ബലാത്സംഗത്തിനും ഈ വധശ്രമത്തിനും കേസെടുത്ത പ്രതിക്കെതിരെ കൂടുതൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം അടക്കമുള്ള വകുപ്പുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സുഹൈല, നിലവിൽ കുറ്റകരമായ നരഹത്യ പ്രതിക്കെതിരെ ചുമത്തും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. പെൺകുട്ടിയുടെ ശരീരമാസകലം മുറിപ്പാടുകളുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമ ശ്രമം നടന്നിട്ടുണ്ട്. ആ വകുപ്പുകളൊക്കെ നേരത്തെ തന്നെ ചേർത്തിരുന്നു. ഇനിയുള്ളത് ഈ കുറ്റകരമായ നരഹത്യ ചുമത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ഈ ഏതെങ്കിലും തരത്തിൽ ഇയാൾ കരുതിക്കൂട്ടിയ ഈ കൊലപാതകം ചെയ്തു എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ കഴുത്തിൽ ഷോള് കുരുങ്ങിയതാണ് മരണകാരണമായി പ്രാഥമികമായി വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ 15 മണിക്കൂറാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ കിടന്നത്. വെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അതാണ് ഈ മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പോലീസ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് കുറ്റകരമായ നരഹത്യ, മെഡിക്കൽ എയ്ഡ് നൽകാത്തതിന്റെ, വൈദ്യസഹായം നൽകാത്തതിന്റെ വകുപ്പ് കൂടി അനൂപിനെതിരെ ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച അനൂപിന് വേണ്ടി കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക, മറ്റാർക്കെങ്കിലും കേസുമായി പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മറ്റ് സുഹൃത്തുക്കൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അക്കാര്യം പരിശോധിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. നിലവിൽ മൃതദേഹം ഇവിടെ എത്തിച്ചു. ഇനി സംസ്കാരം വൈകിട്ട് 3 മണിക്ക് തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിലാണ് നടക്കുക. സുഹേൽ, സ്ഥിരം പ്രശ്നക്കാരായ NDPS ആക്ടിലെ അടക്കം കുറ്റക്കാരനായ പ്രതി അനൂപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.